സോ ഗൈസ്, നമ്മളിത് വന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു പുതിയ പടത്തിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ടാൽ, അതായത് ജയസൂര്യ ചേട്ടൻ്റെ കത്തനാർ ഇപ്പോഴും വെയിറ്റിംഗാണ്. പുള്ളി എന്നെ സംബന്ധിച്ച് ചെയ്തൊരു പൂർ ഡിസിഷനാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുക്കുക എന്ന് പറയുന്നത്. അതേ കാര്യം, ഭയങ്കര ഗ്യാപ്പായി പോയി. ഇതിന്റെ ഇടയിൽ ഇപ്പൊ പുള്ളിക്ക് വേറെ ടൈറ്റൻസ് എന്ന പുതിയൊരു പടം കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പഴയ പടമാണ് അത്. കത്തനാരും ഇടയ്ക്ക് ഷൂട്ട് ചെയ്തതാണ്. കത്തനാരിന്റെ ഗ്യാപ്പിൽ ഷൂട്ട് ചെയ്ത പടം. കുറച്ച് ടൈമേ എടുത്തുള്ള പടം. ഇവർ അപ്ഡേറ്റ് കൊടുക്കാത്തതാണ്. അല്ല, ഈ ഞാൻ പറഞ്ഞ കത്തനാരിന്റെ കേസേ ഇടയ്ക്കൊരു ടീച്ചർ കിട്ടി. ഇവരൊരു അപ്ഡേറ്റ് നമുക്ക് എന്തേലും ഒരു അപ്ഡേറ്റ് കിട്ടാത്തതാണ്. ഇതിപ്പോൾ അത് ഇറങ്ങുമോ ഇല്ലയോ എന്താണ് ഇറക്കമൊക്കെ ചെയ്തത്. അല്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഡിലേ ആണ്. അങ്ങനെ സംഭവം ഇറക്കുമല്ലോ ഒരു അങ്ങനൊരു അപ്ഡേറ്റ് ഇല്ല. ഡിസംബർ എന്നൊക്കെ പറയുന്നു. സോ നമുക്ക് ഓപ്പറേഷൻ ടാൾ എന്ന് പറഞ്ഞ പടത്തിന് ടീസർ വന്നിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ക്യാമറ ചെയ്യുന്നത് നജോസ് ആണ്. നജോസിനെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ്. പുള്ളി നമ്മുടെ മറ്റേ പടത്തിന് വരുന്ന സംഭവത്തിൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് വീഡിയോ എല്ലാം ചെയ്ത ആളാണ്. സോ പുള്ളിയുടെ രണ്ടാമത്തെ സിനിമയാണ്, മെയിൻ സ്ട്രീം പടമാണ് ഓപ്പറേഷൻ ടാൾ. സോ നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. 5 militants were killed in the army's crossfire. We need names. I think you're dealing with a terrorist. I need the National Investigation Agency on the ground. என்னையன்னு வச்சா எந்த அறிவு எனக்கு ஆர்மியில நிறைய ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ். எல்ஓசி தாண்டி அவனை தூக்கணும்னு வெறி இருக்கு. ஸ்கெட்ச் போடுங்க சார். எல்ஓசி தாண்டி உள்ள பூந்து அவனை தூக்கலாம். NA has no limitations. ഡിസംബർ. ഇത് ഈ പടം തുടങ്ങിയതും അല്ലേ, ഇതിന്റെ പരിപാടി തീർന്നതും ഭയങ്കര പെട്ടെന്ന്, ഭയങ്കര ക്വിക്കായിട്ടാണ് പടം അനൗൺസ് ചെയ്തു. പക്ഷേ റിലീസ് ഡിസംബറിലേക്ക് വെച്ചേക്കാം. ഡിസംബർ വെച്ചപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കുറച്ച് ആക്ഷൻ സെറ്റ് പീസിനുള്ള. അതേപ്പോൾ ഡിസംബറിലപ്പം മറ്റേ കത്താൻ വരില്ല. ഇല്ലായിരിക്കും അല്ലേ? കത്തനാറിന്റെ അനൗൺസ്മെന്റിൽ പോയിട്ട് കൂടെ അങ്ങനെ അടുത്ത വർഷം മാർച്ച്. ചേട്ടാ, നമുക്കൊരു അപ്ഡേറ്റ് തരൂ അല്ലേ? കത്തനാർ എത്ര നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതെ, ആ ടീച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു ഒരു ഗംഭീര പരിപാടി വരും. പക്ഷെ അത് നമ്മൾ വെയിറ്റിംഗ് ആണ്, ഭയങ്കര വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞ വർഷം അങ്ങോട്ടല്ലേ, ജാനുവരി ആയിരുന്നു. ജാനുവരി സ്റ്റാർട്ടല്ലേ നമ്മൾ ഓഫീസിൽ. അതെ, ഓഫീസിൽ നമ്മളത് റിയാക്ട് ചെയ്തത്. അതിനുവേണ്ടി അവിടെ വന്ന. സോ ഗൈസ്, ഈ പടം ഇതെന്താ ഒറിജിനൽ സംഭവം ബേസ് എന്നൊക്കെ പറഞ്ഞതാണ്. ഈ രതീഷ് വേഗ ഇതിനു മുമ്പ് ചെയ്ത പടമായിരുന്നു തൃശ്ശൂർ പൂരം. എഴുതിയ പടമാണ് തൃശ്ശൂർ പൂരം അല്ലേ? രതീഷ് വേഗ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. അതെ. നമ്മുടെ ആറ്റുമണൽ പായലൊക്കെ ചെയ്തേക്കുന്ന പുള്ളിയായിരുന്നു അല്ലേ? സോ പുള്ളി അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫിലിം മേക്കിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ത്യ LOC അല്ലേ? അതെ, അത്യാവശ്യം ബജറ്റുള്ള പടം. അതെ, നമ്മൾ മലയാളത്തിലും ചെയ്തിട്ടില്ലാത്തൊരു ടെറൈന LOC പടങ്ങൾ. സാധാരണ ഇതൊക്കെ നമ്മുടെ മേജർ റിവിയുടെ ഏരിയാസ് ആണ്. ചിലപ്പോൾ ഫൈറ്റ് അങ്ങനെയല്ലോ ഉണ്ടെന്ന് അറിയില്ല. ഇനി അങ്ങനെയൊക്കെ ചെയ്യും പുള്ളി. അതായത് മറ്റേ അത് പഴയ പടങ്ങൾക്കായിരുന്നു. അതായത് ഈ പിന്നെ കൺസൾട്ടൻ്റ് ആയിട്ട് വരും, അതെ, മിലിറ്ററി കൺസൾട്ടൻ്റ് എന്നുള്ള ലൈനിലൊരു ഇതുണ്ടായിരുന്നല്ലോ. സോ അപ്പോൾ ഗൈസ് വരട്ടെ, പടത്തിൻ്റെ അടുത്ത ട്രെയിലറൊക്കെ വരട്ടെ. ഡിസംബറാണ് റിലീസ്, സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിറങ്ങട്ടെ. അതുപോലെ തന്നെ കത്തനാരിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിരുന്നെങ്കിൽ അല്ലേ, ഒരു ആശ്വാസമുണ്ട്. ഞങ്ങൾ ഡിസംബറിൽ കത്തനാരാണ് പ്രതീക്ഷിച്ചത്. അതെ.